ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നിത്യതയിലേ നാം എത്തിച്ചേരും, ഒരു ദിവസം എത്തിച്ചേരും. ആ നിത്യത സ്വർഗീയ സൗഭാഗ്യമാണോ നരക ഭീകര ദുരിതമാണോ വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള കാലം ഈ ഭൂമിയിലെ ജീവിതകാലമാണ്. നിത്യത നാം എല്ലാം മരണത്തെ നേരിടും, സംശയമില്ല. നിത്യതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. എല്ലാവരും മരണ വഴിയായി കടന്നു പോകും. മനുഷ്യനുള്ളതായ ഒരു പ്രത്യേകതയാണ് ആത്മാവുണ്ട് എന്നുള്ളത്. മറ്റ് ജീവികൾക്കെല്ലാം ശരീരമുണ്ട്, പ്രാണനുണ്ട്, പക്ഷേ ആത്മാവില്ല. മനുഷ്യർക്ക് ആത്മാവുണ്ട്. നിത്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആത്മാവാണ്, ശരീരം കടന്നു ചെല്ലുന്നില്ല. ശരീരം പോകുന്നില്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മണ്ണോട് മണ്ണായി ചേരും. എന്നാൽ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട്. ഈ ശരീരം അതായിരിക്കുന്നത് എവിടെയെല്ലാമാണോ അതിൻ്റെ ധൂളി പടർന്നു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാമായി എല്ലാം ചേർന്ന് പഴയ രൂപത്തിൽ, പഴയ ഛായയിൽ നാം പുതു ശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. അന്ന് നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ അന്ന് കർത്താവായ യേശുവിൻ്റെ പാദം മുത്തുവാൻ സാധിച്ചില്ലെങ്കിൽ തീരെ നഷ്ടമാണ്. അക്കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്താവിഷയം വാസ്തവത്തിൽ നിത്യതയിലെ നിത്യജീവൻ എന്നുള്ളതാണ്. നിത്യജീവൻ അതാണ് ദൈവം നമുക്ക് വാഗ്ദാനമായി തന്നിരിക്കുന്നത്. നാം വാഗ്ദത്തം എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാഗ്ദത്തം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 39-ാം വാക്യം നമുക്ക് അത് വീണ്ടും വായിക്കാം. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട്. ദൈവം വാഗ്ദത്തം എല്ലാവർക്കും തരുന്നുണ്ട്. സമീപത്തുള്ളവർക്കും ദൂരസ്ഥന്മാരായവർക്കും എല്ലാവർക്കും വാഗ്ദത്തം തരുന്നുണ്ട്. ഏത് ദേശത്താണെന്നോ, ഏത് കാലത്ത് ജീവിക്കുന്നതെന്നോ, ഏത് ജാതിയാണെന്നോ, ഏത് നിറമാണെന്നോ ഒന്നും നോക്കുന്നില്ല. എല്ലാവർക്കും വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിളിച്ചു വരുത്തുന്ന എല്ലാവർക്കും ഉള്ളതല്ലോ. എല്ലാവർക്കും വാഗ്ദത്തമുണ്ട്. നമുക്ക് എല്ലാവർക്കും വാഗ്ദത്തം തരികയാണ്. വാഗ്ദത്തം വലിയൊരു ഉറപ്പേറിയ പ്രോമിസ്, അതാണ് ദൈവം നമുക്ക് തരുന്നത്. വാഗ്ദത്തം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഇതിനു മുമ്പ് ഞാൻ ചിന്തിച്ചു. ഓർക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് വാഗ്ദത്തം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം നൽകി, അനുഗ്രഹം നൽകി. അബ്രഹാമിനവനായ ഇസ്ഹാക്കിന് ദൈവം വാഗ്ദത്തം നൽകി. ഇസ്ഹാക്കിനവനായ യാക്കോബിന് ദൈവം വാഗ്ദത്തം നൽകി. എല്ലാ അക്ഷരപ്രകാരം എല്ലാം നിറവേറി അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചു. യാക്കോബിനവനായ യൗസേപ്പിന് അനുഗ്രഹം നൽകി. യൗസേപ്പിന് ലഭിച്ച അനുഗ്രഹം മൂലം യൗസേപ്പിൻ്റെ സഹോദരന്മാർക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു. നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നു. നാം മുഖാന്തരം അനേകർക്ക് അനുഗ്രഹം ലഭിക്കുന്നു. നമുക്ക് ദൈവം അനുഗ്രഹം തരുന്നുണ്ട്. വാഗ്ദത്തം മാത്രമല്ല, അത് അനുഗ്രഹമാക്കി തീർത്തു തരുന്നുണ്ട്. പക്ഷേ അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടണം. നമ്മുടെ ജീവിതം, ഈ ലോക ജീവിതം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടേണ്ടതാണ്. നാം മാത്രം സ്വർഗരാജ്യത്തിൽ പോയാൽ പോരാ. നാം മാത്രം ദൈവരാജ്യത്തിൽ ചെന്നാൽ പോരാ. ദൈവരാജ്യത്തിൽ നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ സമസൃഷ്ടങ്ങൾ, നമ്മുടെ കൂടെയുള്ള എല്ലാവരും ആ ദൈവരാജ്യത്തിൽ എത്തിച്ചേരേണ്ടതാണ്. അതാണ് ദൈവിക സ്നേഹമെന്ന് പറയുന്നത്. ദൈവിക സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം. മറ്റുള്ളവരെ എങ്ങനെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനുള്ള യത്നം നമുക്ക് വേണം. പക്ഷേ അതിൽ കുഴപ്പം, നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വരുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മറ്റുള്ളവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മറ്റുള്ളവരെ നിത്യജീവൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നാം തന്നെ ആദ്യം രക്ഷിക്കപ്പെടണം. നാം തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് വാഗ്ദത്തത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2:25. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ദൈവം ഒരു വാഗ്ദത്തം തന്നിരിക്കുന്നു. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ, തീർന്നു പോകാത്ത ജീവിതം, നിത്യജീവനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കൂ, നിങ്ങൾ എല്ലാവർക്കും ഈ വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദൈവം തരികയാണ്, വാക്ക് തരികയാണ്, വാഗ്ദത്തം തരികയാണ്. എല്ലാവർക്കും ലഭിക്കും നിത്യജീവൻ. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അനേകം പേര് ഈ വാഗ്ദത്തം നേടിയെടുക്കാൻ, അത് പ്രയോജനപ്രദമാക്കി തീർക്കാൻ, സാക്ഷാത്കരിക്കപ്പെടാൻ നമ്മുടെ ജീവിതം മാറ്റിവെക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള സമർപ്പണം വരുന്നില്ല. കാര്യമറിയാം, പക്ഷേ സമർപ്പിക്കുന്നില്ല. വാഗ്ദത്തം ലഭിച്ചു എന്നുള്ളതുകൊണ്ട്, വാഗ്ദത്തം ഉള്ളതുകൊണ്ട് അനുഗ്രഹം കിട്ടിയെന്ന് അർത്ഥമില്ല. അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം തരുന്നു, പക്ഷേ അത് നമുക്ക് അനുഭവമായി തീരണമെങ്കിൽ
നാം ഒത്തവണ്ണം ജീവിക്കണം. ദൈവിക കരുണയും ദൈവിക സ്നേഹവും നാം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെ കിട്ടേണ്ടു ഈ വാഗ്ദത്തം അനുഭവമാക്കി തീർക്കേണ്ടു എന്ന് നാം ചിന്തിക്കുന്നത് അതെത്രയും അത്യാവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ മർക്കോസിന് ശേഷം 10-ാം അധ്യായത്തിലും നമുക്ക് കാണാം അവിടെ വാഗ്ദത്തം ലഭിക്കുന്നത്. എന്താണ് വാഗ്ദത്തം? നിത്യജീവൻ്റെ വാഗ്ദത്തം. മത്തായിയുടെ ശേഷം 19-ാം അധ്യായത്തിൽ നിത്യജീവൻ്റെ കാര്യം അറിയാൻ വേണ്ടി നിത്യജീവൻ ലഭിക്കാൻ ആഗ്രഹിച്ച് ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. നമുക്ക് വായിക്കാം 16-ാം വാക്യം. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നതെന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് ഒരാൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു. അത് നമുക്ക് നോക്കാം. ലൂക്കോസിന് ശേഷം 18-ാം അധ്യായം 24-ാം വാക്യം മുതൽ നമ്മൾ വായിക്കാം. 18-ാം അധ്യായം 24-ാം വാക്യം മുതൽ. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കൊഴിയോടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. ഉപകാരം വന്നതിനെക്കുറിച്ച് അതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ആ വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. ഒരു പ്രമാണി അവനോട്, ഒരു പ്രമാണി യേശുവിനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിനെ യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. നിത്യജീവൻ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു പ്രമാണിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. അന്നത്തെ പ്രമാണിമാരാരും യേശുവിൻ്റെ അരികിൽ അങ്ങനെ വരാൻ കൂട്ടാക്കാറില്ല. യേശുവിനെ അവരുടെ ഒരു എതിരാളിയായിട്ടോ അവരെക്കാൾ താണവനായിട്ടോ ആണ് യേശുവിനെ അവർ കണ്ടിട്ടുള്ളൂ. പ്രമാണിമാരെല്ലാം പള്ളി പ്രമാണിമാർ, സമുദായ പ്രമാണിമാർ, നാട്ടിലെ പ്രമാണിമാർ, അവർക്കൊന്നും യേശു ഒരു വിഷയമായിരുന്നില്ല. യേശു കുറേ പാവപ്പെട്ട മുക്കുതൊഴിലാളികളെ കൂട്ടിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. വിപ്ലവം നയിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്ത് വിപ്ലവമാണ്? ഈ റോമൻ ഗവൺമെൻറ്റിനെ മാറ്റിക്കളയാൻ, അധീശ പദവിയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പ്രമാണിമാരാരും പള്ളി പ്രമാണിമാരാരും യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ കൂട്ടാക്കിയിട്ടില്ല, അപൂർവം പേര് വഴിയേ. എന്നാൽ ഇവിടെ നാം കാണുന്നൊരു പ്രമാണി നല്ല ഉദ്ദേശത്തോടെയാണ് വരുന്നത്, വെറുതെ വന്നതല്ല, നല്ല ശുദ്ധോദ്ദേശം ഉണ്ടായിരുന്നു. നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യണം? ആ ചോദ്യത്തിൽ തന്നെ അവൻ്റെ അറിവില്ലായ്മ അതിനകത്ത് കാണാം. നിത്യജീവനെ പ്രാപിക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിത്യജീവനെ പ്രാപിക്കാൻ വാസ്തവത്തിൽ നാം ഒന്നും ചെയ്യേണ്ട, സൗജന്യമാണത്. ഒന്നും ചെയ്യേണ്ട, സൗജന്യമായി ലഭിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, ആദ്യം മുതൽ. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ ചോദിക്കുകയാണ്, നന്മ എന്താ ചെയ്യേണ്ടത്? നന്മ ചെയ്യണം. എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? ഇന്ന് അനേകരും ഈ സ്വർഗരാജ്യത്തിൽ പോകുക എന്നുള്ളത് എന്തോ ചില നന്മ പ്രവൃത്തികൾ ചെയ്തു പോകാമെന്നാണ് ധരിച്ചിരിക്കുന്നത്. ചില പുണ്യപ്രവൃത്തികൾ ചെയ്യാം, സാധുക്കളെ സംരക്ഷിക്കണം, തീർച്ചയായിട്ടും വേണം. രോഗികളെ സഹായിക്കണം, അതും വേണം. അവസരമായിട്ടുള്ളവർ, വിഷമിക്കുന്ന ഒരാളുകൾക്ക് സഹായം ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. അങ്ങനെ ചില നന്മകൾ ചെയ്ത് നിത്യജീവൻ പ്രാപിക്കാമെന്ന് ആഗ്രഹിക്കുന്ന അനേകം ആളുകളുണ്ട്, പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. നന്മ ചെയ്തല്ല നിത്യജീവൻ പ്രാപിക്കുന്നത്, നന്മ ചെയ്തല്ല. അതൊരു സ്വർഗീയ ദാനമാണ് നിത്യജീവൻ. നിത്യനായ ദൈവം മനുഷ്യൻ നൽകുന്ന ഒരു ദാനമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവം തരുന്ന ദാനമാണ്. നമ്മിൽ ദൈവം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, നമ്മെ തന്നെ ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുക്കണമെന്നേ ഉള്ളൂ. അത് ഈ പ്രമാണിക്ക് മനസ്സിലായിട്ടില്ല, അവൻ അറിഞ്ഞുകൂടാ. എന്താണ് നിത്യജീവനെ പ്രാപിക്കുക എന്നുള്ളതെന്ന് അവൻ അറിഞ്ഞുകൂടാ. നല്ല ആഗ്രഹത്തോടെയാണ് വന്നത്, ശുദ്ധോദ്ദേശമുണ്ട്. ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. പിന്നെ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നതെന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ
കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. എന്നോട് നന്മയെക്കുറിച്ച് എന്താ ചോദിക്കുന്നത്? നല്ലവനൊരുത്തനേ ഉള്ളൂ. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? കർത്താവല്ലേ രക്ഷകൻ. പിന്നെന്താ അങ്ങനെ പറയാൻ കാരണം? നല്ലവനൊരുത്തനേ ഉള്ളൂ എന്ന് പറയാൻ കാരണം ഇവന് യേശു ആരാണെന്ന് അറിഞ്ഞുകൂടാ. നല്ല ഗുരു എന്ന് അവൻ പറയുന്നത്. നല്ലൊരു ഗുരുവാണെന്ന് യേശുവിനെ കണ്ടിട്ടുള്ളൂ. യേശുവിനെ ഒരു നല്ല ഗുരുവായിട്ട് കാണുന്നുണ്ട്. അനേകരും ഇന്നങ്ങനെയാണ്. നല്ല ആദർശപരമായ കാര്യങ്ങൾ പ്രസ്താവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനെന്ന് യേശുവിനെ കാണുന്നുണ്ട്. അതുകൊണ്ടായില്ല. യേശുവിൻ്റെ ഉപദേശങ്ങൾ നല്ലതാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അറിയാമല്ലോ, പണ്ഡിതന്മാരായ അനേക ആളുകൾ യേശുവിൻ്റെ ഉപദേശങ്ങൾ വളരെ വിസ്മയകരമാണെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. ധാരാളം പേരുണ്ട്. ക്രൈസ്തവരല്ലാത്തവരുണ്ട്. യേശുവിൻ്റെ ഉപദേശങ്ങളും യേശുവിൻ്റെ വചനങ്ങളും എല്ലാം വളരെ പരിഭാവനമായി കരുതുന്ന അനേകം ബുദ്ധിജീവികളുണ്ട്. യേശുവിനൊരു നല്ല ഗുരു എന്ന രീതിയിൽ കണ്ടിട്ട് കാര്യമില്ല. അനേകരും ഇന്ന് ഒന്നുകിൽ യേശുവിനൊരു മതസ്ഥാപകൻ, ക്രിസ്തു മതത്തിൻ്റെ സ്ഥാപകൻ എന്ന് കാണുന്നുണ്ട്. യേശു ക്രിസ്തു മതവും സ്ഥാപിച്ചിട്ടില്ല, ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. അനേകരും ധരിച്ചിരിക്കുന്നത് ക്രിസ്തു മതം എന്നത് യേശു ക്രിസ്തു സ്ഥാപിച്ചുവെന്ന്. അങ്ങനൊരു മതം യേശു ക്രിസ്തു സ്ഥാപിച്ചിട്ടേ ഇല്ല. ആദ്യകാലത്ത് ജനം പറഞ്ഞു വന്ന ഈ മാർഗ്ഗക്കാരെന്നാണ്. ഈ ഒരു പ്രത്യേക മാർഗം, ഒരു വഴി, ഈ വഴി പോകുന്നവർ, ഒരു പുതിയ വഴി, ഈ മാർഗ്ഗക്കാർ, മാർഗ്ഗവാസികൾ എന്നൊക്കെ സാധാരണ പറഞ്ഞ് കേൾക്കാറില്ല. അതുപോലെ ഈ മാർഗ്ഗക്കാരെന്നാണ് വിശ്വാസികൾ വിളിച്ചിരുന്നത്. ഒരു അപകൃഷ്ട സമൂഹമായിട്ടേ അന്ന് ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇവൻ ഈ പ്രമാണി യേശുവിനെ ഒരു നല്ല ഗുരുവായിട്ട് കണ്ടു. യേശുവിനെ അക്കാലത്തെ ജനത്തിൽ ചിലരെ വിപ്ലവകാരിയായിട്ട് കണ്ടു. റോമൻ സർക്കാരിൻ്റെ കീഴിൽ അടിമത്തം അനുഭവിക്കുന്ന യഹൂദ ജനതയെ ഉദ്ധരിക്കാൻ വന്നിരിക്കുന്ന ഒരു വിപ്ലവകാരിയാണ് യേശു എന്ന് കണ്ടു. ചിലർ നല്ല തത്വചിന്തകനാണെന്ന് കണ്ടു, നല്ല ദാർശനികനാണെന്ന് കണ്ടു, നല്ല ബുദ്ധിജീവിയാണെന്ന് കണ്ടു. യേശു ഒരു നല്ല മനുഷ്യനായിട്ട് കണ്ടു. പക്ഷേ യേശുവിനെ സാക്ഷാൽ ദൈവമായി കണ്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം ഒരുവനെ നല്ലവനുള്ളൂ എന്ന് പറയുന്നത്. നീ എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിക്കുന്നു. മർക്കോസിന് ശേഷം വായിക്കുമ്പോഴും ഇതേ കാര്യത്തിൽ നമുക്ക് കാണാം. മർക്കോസിന് ശേഷത്തിൽ വായിക്കാം 10-17 വാക്യം. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അതിനെ യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? നല്ലവനെന്ന് പറയുന്നത് എന്ത്? നോക്കൂ, യേശു നല്ലവനല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. നീ എന്നെ കണ്ടിരിക്കുന്നത് ശരിയായ കാഴ്ചപ്പാടല്ല. നിന്നെ നല്ലവൻ പറയുന്നത് എന്ത്? പിന്നെ ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. ദൈവമാണ് നല്ലവൻ എന്ന് പറഞ്ഞാൽ നീ എന്നെ നല്ലവനായിട്ട് പറയുന്നുണ്ടെങ്കിലും ദൈവമായിട്ട് നീ കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്രൈസ്തവ മണ്ഡലത്തിൽ അനേകം ആളുകളും യേശുവിനെ നല്ലൊരു ഉപദേഷ്ടാവായി കാണുന്നുണ്ട്. നല്ല ഉപദേശങ്ങൾ, അത് തത്വചിന്തകന്മാരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നല്ല ചിന്തകൻ, കൊള്ളാം, നല്ല ഉപദേഷ്ടാവ്. പക്ഷേ അതിനപ്പുറം ദൈവമായി കാണുന്നില്ല. വലിയ കെടുതിയാണ്. യേശുക്രിസ്തു ദൈവമായിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് കിട്ടുകയുള്ളൂ. കാരണം യേശുക്രിസ്തുവിൽ കൂടിയാണ് വീണ്ടെടുപ്പ്. യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൽ കൂടിയാണ് വീണ്ടെടുപ്പ്. യേശുക്രിസ്തുവിൻ്റെ തിരക്തത്തിൽ കൂടിയാണ് നമുക്ക് നിത്യജീവൻ. നല്ല ഗുരു എന്ന് വിളിക്കുന്നു. ദൈവമില്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് കർത്താവ് തിരിച്ച് പറയുമ്പോൾ നീ എന്നെ കാണേണ്ടതുപോലെ കണ്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത വാക്യം വേണ്ടി വായിക്കാം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കായി നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. 5 കാര്യങ്ങളാണ്, 10 കൽപ്പനകളിൽ 5 കൽപ്പനകളാണ് കർത്താവ് ഉദ്ധരിക്കുന്നത്. എല്ലാം പറയുന്നില്ല. 5 കൽപ്പനകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാവുന്ന, തെറ്റ് വരാവുന്ന ഏറ്റവും പ്രായോഗികമായ 5 കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. കൊല ചെയ്യരുത്, പിന്നെ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. ഇതെല്ലാം മനുഷ്യർക്ക് തമ്മിൽ വരാവുന്ന അപകടങ്ങളാണ്, അനർത്ഥങ്ങളാണ്, പാവങ്ങളാണ്. അങ്ങനെ കൽപ്പനകളിൽ 10 കൽപ്പനകളിൽ മനുഷ്യനോട് ചെയ്യുന്നതായ പാവങ്ങൾ അത് വരരുത് എന്ന് പറയുന്നതാണ് ഈയുടെ കർത്താവ് സൂചിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവൻ പറയുകയാണ്, അതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ച് പോരുന്നുണ്ടല്ലോ, ഞാനതെല്ലാം കൃത്യമായിട്ട് ആചരിക്കുന്നുണ്ടല്ലോ. അവൻ കൽപ്പനകൾ ആചരിക്കുന്നവനാണ്. അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനാണ്. പക്ഷേ അവന് നിത്യജീവൻ്റെ കാര്യം പിടികിട്ടുന്നില്ല. യേശു ആരാണെന്ന് പിടികിട്ടുന്നില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഞാനത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ
യേശുക്രിസ്തു നിങ്ങൾക്ക് ആരാണ്? ഒരു നല്ല ഉപദേഷ്ടാവെന്നേ നിങ്ങൾ കണ്ടിട്ടുള്ളോ? നല്ലൊരു ഗുരു എന്നേ കണ്ടിട്ടുള്ളോ? ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും യേശു എനിക്ക് ആരാണ്? യേശു എൻ്റെ ദൈവമാണെന്ന് കാണാൻ നമുക്ക് സാധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം. ഇന്ന് ദൈവമേ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറയും. എല്ലാവർക്കും പറയാമല്ലോ ദൈവമേ എന്ന്. ദൈവമേ രക്ഷിക്കണമെന്ന് പറയും. എല്ലാവരും പറയും. എല്ലാ ജാതിക്കാരും പറയും, എല്ലാ മതക്കാരും പറയും. യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശു ക്രിസ്തു ഒരു വിപ്ലവകാരിയല്ല. യേശു ക്രിസ്തുവിനെ ദൈവമായി കാണണം. എൻ്റെ ദൈവം, ജീവനുള്ള ദൈവം, മനുഷ്യനൊരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവം, അഖില ചരാചരങ്ങളെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവം, മനുഷ്യനെ മറഞ്ഞിരിക്കുന്ന ദൈവം. ഈ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാണ് കർത്താവായ യേശു ക്രിസ്തു. അനേകം പേരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. എന്തിന്? ദൈവം ആരാണെന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്താൻ, ദൈവത്തെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ. ദൈവം ഒരു ക്രൂരമൂർത്തിയായിട്ട് കാണുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം ദൈവം കോപിക്കുന്നതെന്നും ദൈവം കഠിനമായി ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ചില വലിയ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നു. പക്ഷേ ആ ദൈവം ഒരു ഉഗ്രമൂർത്തിയായിട്ട് കാണുന്ന ആളുകൾ, ദൈവത്തെ കോപിഷ്ഠനായി കാണുന്ന ആളുകൾ, ദൈവം ഒരു കഠിന മനുഷ്യനാണെന്ന് കാണുന്ന ആളുകൾ, കഠിന മനുഷ്യൻ, ഇങ്ങനെ കാണുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ ദൈവം ആരാണ്, എന്താണ് ദൈവത്തിൻ്റെ പ്രകൃതം എന്നുള്ളത് ദൈവം മനുഷ്യർ കാണിച്ചു കൊടുത്തതാണ് കർത്താവായ യേശു ക്രിസ്തു. തന്നെ ദൈവം വെളിപ്പെടുത്തുകയാണ് ക്രിസ്തുവിൽ കൂടെ. ദൈവത്തിന് സ്തോത്രം. ദ റെവലേഷൻ ഓഫ് ഗോഡ് ഹിംസെൽഫ്, ദൈവത്തിൻ്റെ റെവലേഷനാണ് ക്രിസ്തു. ദൈവം തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ്. ദൈവം ആരാണ്? നമുക്ക് ദൈവത്തെ കാണാം, ദൈവത്തെ അറിയാം. ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. എങ്ങനെ? യേശുവിലേക്ക് നോക്കിയാൽ മതി. യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. ക്രിസ്തു ദൈവം. ഒരാൾ എന്നോട് ചോദിച്ചു, സാറേ ഒരു സംശയം ചോദിക്കട്ടെ? തീർച്ചയായും ചോദിച്ചോളാൻ പറഞ്ഞു. സാറേ ഇത് 3 പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് ഇങ്ങനെ പറയുന്നത് എന്താ? ദൈവം 3 ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പലർക്കും ചിന്തയുണ്ടായിരിക്കും 3 ത്രിമൂർത്തികളെന്നും ഒക്കെ പറയുന്ന പോലെ 3 ദൈവങ്ങൾ, അങ്ങനെയാണോ? പലരും ചിന്തിച്ചിട്ടുണ്ടാവും. എന്താ അതിൻ്റെ അർത്ഥം? മനസ്സിലാക്കി തരാം. ഞാൻ ലളിതമായിട്ട് പറഞ്ഞു കൊടുത്തു. സൂര്യൻ, പല സൂര്യന്മാരില്ലല്ലോ, ഒരു സൂര്യൻ, ആ സൂര്യൻ്റെ പ്രകാശമാണ് നമുക്ക് കിട്ടുന്നത്. സൂര്യന് പ്രകാശമുണ്ട്, വെളിച്ചമുണ്ട്. ആ വെളിച്ചം നമ്മിലേക്ക് വരുന്നത് സൂര്യൻ രശ്മിയിൽ കൂടിയാണ്. ആ രശ്മിയിൽ കൂടി വെളിച്ചം വരുമ്പോൾ ആ രശ്മിക്ക് ചൂടുണ്ട്. അപ്പോൾ സൂര്യനിൽ ചൂടുണ്ട്, സൂര്യൻ്റെ രശ്മികളുണ്ട്, സൂര്യൻ തരുന്ന വെളിച്ചമുണ്ട്. അതുകൊണ്ട് ഇത് 3 ചേർന്നതാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വം. അത് മനസ്സിലാക്കി കാണില്ല, പറഞ്ഞുതരാം. ദൈവത്തിന് സ്തോത്രം. സൂര്യൻ ചൂടുണ്ട്, സൂര്യൻ രശ്മിയുണ്ട്, സൂര്യന് വെളിച്ചമുണ്ട്. ഇത് 3 അതുകൊണ്ട് വെളിച്ചം എന്ന് പറഞ്ഞാൽ അതിന് തന്നെത്താൻ ഒരു നിലനിൽപ്പില്ല. രശ്മി എന്ന് പറഞ്ഞാൽ അതിന് തന്നെത്താൻ നിലനിൽപ്പില്ല. ചൂടെന്ന് പറഞ്ഞാലും തന്നെത്താൻ നിലനിൽപ്പില്ല. ഇത് 3 ചേർന്നതാണ് സൂര്യൻ. എന്നതുപോലെ നിത്യനായ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ചേർന്നതാണ്. എന്നാൽ അതിന് രശ്മിക്ക് അതിൻ്റെ വ്യക്തിത്വമില്ലേ? ഉണ്ട്. വെളിച്ചം അതിനില്ലേ ഒരു വ്യക്തിത്വം ഉണ്ട്. ചൂട് അതിനോടുള്ള വ്യക്തിത്വം മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ഇത് വെവ്വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓരോന്നും വെവ്വേറെയാണ് താനും. സൂര്യൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്, അത് സൂര്യൻ്റെ ചൂട് എന്ന് പറയുന്നത്, സൂര്യൻ്റെ രശ്മി എന്ന് പറയുന്നത്, ഇത് വെവ്വേറെയാണ്. പക്ഷേ ഈ വെവ്വേറെയാണെങ്കിലും അതൊന്നു തന്നെ. വളരെ ലളിതമാണ്, മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. തൃത്വം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്ക് കുഴയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുന്നവർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. വേണ്ട, ആവശ്യമില്ലാത്ത ചിന്തകൾ, അതിനൊന്നും ചിന്ത കൊടുക്കേണ്ട ആവശ്യമില്ല, ആലോചിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ആകെ ജീവനുള്ള ദൈവം തന്നെ വെളിപ്പെടുത്തി ക്രിസ്തു. അവിടുന്ന് താൻ ആരാണെന്ന് തെളിയിക്കാൻ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. അതവിടുന്ന് ഭൂമിയിൽ ഒരിടത്ത് ഒതുങ്ങാത്തവനായ ദൈവം ഭൂമിയിൽ ഒരു പ്രദേശത്ത് ഒതുങ്ങി, ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒതുങ്ങി. ദൈവത്തിന് സ്തോത്രം. ഒരിടത്ത് ഒതുങ്ങാത്തവനായ ദൈവം ഒരു കാലയളവിൽ ഒതുങ്ങി. കാലമില്ലാത്ത അനന്തമായ നിത്യമായ ആദിയും അന്തമില്ലാത്ത നിത്യനായ ദൈവം ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങി 33 കൊല്ലം. ദൈവത്തിന് സ്തോത്രം. ഒരിടത്ത് ഒതുങ്ങാത്തവനായ ദൈവം കന്യമാതാവിൻ്റെ ഉദരത്തിൽ ഒതുങ്ങിക്കിടന്നു.
ഒരിടത്ത് ഒതുങ്ങാത്തനായ ദൈവം മനുഷ്യൻ്റെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നു താൻ ആരാണെന്ന് തെളിയിച്ചു. ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ക്രിസ്തുവിനെ നോക്കി കാണാം. ദൈവം എങ്ങനെയാണ്, എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം, എന്താണ്? ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹം മാത്രം. ക്രിസ്തു സ്നേഹം മാത്രമേ കാണിച്ചുള്ളൂ. അതാണ് ദൈവം. ഒരിക്കലും ദൈവം കഠിനനല്ല, ദൈവം ക്രൂരനല്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം എന്താ ഈ മനുഷ്യൻ പറയുന്നത്? ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിവിടുന്നില്ല. നിങ്ങൾ ഒരു പറമ്പിൽ കിടക്കുന്ന ഒരു കല്ല് ഇളക്കിയാൽ ആ കല്ലിൻ്റെ അടിയിൽ ചില ജീവികൾ, പ്രാണികൾ, ചീവീഴുകളോ അല്ലെ ഏതെങ്കിലും പ്രാണികൾ കാണും. അത് ആ കല്ലിളക്കി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഓടുന്നു. എങ്ങോട്ട് ഓടുന്നു? അത് മറിഞ്ഞിരിക്കാൻ ഒളിവിടത്തേക്ക് ഓടുന്നു. എന്നതുപോലെ മനുഷ്യൻ, പാപം ചെയ്യുന്ന മനുഷ്യൻ, അവൻ തന്നെത്താൻ നരകത്തിലേക്ക് പായുകയാണ്. വേറെ ആരുടെയും നിർബന്ധം കൊണ്ടല്ല, ആരുടെയും പ്രേരണ കൊണ്ടല്ല. അവൻ വെളിച്ചത്തിൽ നിൽക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ പൈശാചികമായ ഏതെങ്കിലും തരത്തിലുള്ളതായ ബാധയുണ്ടെങ്കിൽ, പിശാചിന് അവകാശമുണ്ടെങ്കിൽ, നാം അന്ധകാരത്തിലേക്ക് പോയി പോവുകയാണ്. ദൈവം തള്ളിവിടുന്നതല്ല. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ദൈവ സ്നേഹമാണെന്ന് പിടികിട്ടുന്നത്. നിത്യസ്നേഹം മാത്രം. ആരോടും പരിഭവം കാണിച്ചില്ല കർത്താവ്. ആരോടും പരാതി പറഞ്ഞില്ല. അതിനെക്കുറിച്ച് നീരസം ഭാവിച്ചില്ല. കർത്താവ് എപ്പോഴും സ്നേഹം മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. സ്നേഹം മാത്രം. ആ 3.5 കൊല്ലത്തെ പരിശുശ്രൂഷയിൽ സ്നേഹം മാത്രം കർത്താവ് നൽകിക്കൊണ്ടിരുന്നു. ഇന്നും ഈ സ്നേഹവാനായ ദൈവം നമ്മോട് ഇടപെടുകയാണ്, നമ്മെ സന്ദർശിക്കുകയാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തി തരികയാണ്. നിത്യനായ ദൈവം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. അവനാണ് നിത്യജീവൻ്റെ ഉടമസ്ഥൻ, നിത്യജീവൻ്റെ അധിപതി. നിത്യജീവൻ നമുക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം പ്രാർത്ഥിക്കണം. കർത്താവേ, നിത്യജീവൻ്റെ അവകാശം എനിക്ക് തരണമേ. ഈ ഭൂമിയിൽ നിന്ന്, എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒന്നും അറിയാൻ വയ്യ. പക്ഷേ കർത്താവേ, ഒന്നെനിക്കറിയാം. എൻ്റെ കരുണയുള്ള കർത്താവ് നിത്യജീവൻ്റെ ഉടമസ്ഥനാകയാൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് പറഞ്ഞെത്തണം. യേശുവിൻ്റെ സന്നിധിയിൽ ഞാൻ ചെന്ന് ചേരണം. യേശുവിൻ്റെ പാദപീഠം ഞാൻ മൊത്തണം. എൻ്റെ കർത്താവേ, യേശുവിൻ്റെ കാൽക്കെല്ലാം തിരുമുറകളെ ചുംബിച്ചുകൊണ്ട് ആ കാൽക്കൽ എനിക്ക് കിടക്കണം. കർത്താവേ, എനിക്ക് മറ്റൊന്നും വേണ്ട. ഇങ്ങനെ നിത്യജീവൻ നമ്മുടെ ലാക്കാക്കുമെങ്കിൽ, നിത്യജീവൻ നമ്മുടെ ലക്ഷ്യമാക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലികളായി മാറും. ദൈവത്തിന് സ്തോത്രം. നിത്യജീവൻ്റെ ഉറപ്പ് കിട്ടുക. കർത്താവിന് സ്തോത്രം. വാസ്തവത്തിൽ നാം ഈ കൂടി വരുന്നതിൻ്റെ എല്ലാം ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ. നിത്യജീവൻ. ഈ ഭൂമിയിൽ പരീക്ഷ പാസ്സാകുക, ജോലി കിട്ടുക, വരുമാനം ഉണ്ടാകുക, വിവാഹം നടക്കുക, മക്കളുണ്ടാകുക, ഇതെല്ലാം ഭൗതികമായ കാര്യങ്ങൾ തന്നെ, എല്ലാം ആവശ്യം തന്നെയാണ്, അല്ലെന്ന് പറയില്ല. പക്ഷേ അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഈ നിത്യജീവൻ്റെ അവകാശം കിട്ടിക്കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞു. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ നിത്യജീവൻ്റെ അവകാശം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ രണ്ടും പരസ്പര ബന്ധിതമാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു, നാം നിത്യജീവൻ്റെ അവകാശത്തിലായിത്തീരുന്നു. അപ്പോൾ നമ്മുടെ കാര്യം ക്രിസ്തു നോക്കുന്നു. പരീക്ഷ പാസ്സാകണമോ, അത് ക്രിസ്തു നോക്കും. ജോലി കിട്ടണമോ, അത് ക്രിസ്തു നോക്കും. ദൈവത്തിന് സ്തോത്രം. മക്കളുണ്ടാകണമോ, ക്രിസ്തു നോക്കും. വിവാഹം നടക്കണമോ, അതും ക്രിസ്തു നോക്കും. വീട് വയ്ക്കണമോ, അതും ക്രിസ്തു നോക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എല്ലാം തിരിഞ്ഞു വരണം. ക്രിസ്തു നമ്മുടെ ലക്ഷ്യമായി തീരുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു നമ്മുടെ ലാക്കായി തീരുക. യേശു ക്രിസ്തു തരുന്ന നിത്യജീവൻ നമ്മുടെ ലക്ഷ്യമായി തീരുക. നിത്യജീവൻ മാത്രം നാം ആഗ്രഹിക്കുക. അങ്ങനെ വരുമ്പോൾ കർത്താവിന് സ്തോത്രം, നാം ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുന്നു. ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുമ്പോൾ സ്വന്തമായതിൻ്റെ കാര്യം കർത്താവ് അന്വേഷിക്കുന്നു. ആ മഹാഭാഗ്യം നമുക്ക് ലഭിക്കണം. അപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്ന് പറയുന്നില്ല, പ്രാർത്ഥിക്കാം. പക്ഷേ ഒന്നാമത് നടക്കേണ്ടത് ഞാൻ ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുക, നിത്യജീവൻ്റെ അവകാശിയായി തീരുക, നിത്യസ്വർഗത്തിൻ്റെ അവകാശിയായി തീരുക. അതൊന്നാമത് നടക്കണം. അതില്ലാതെയുള്ള എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നാലും അത് ക്രിസ്തു ആയിരിക്കണമെന്നില്ല. അത്ഭുതങ്ങൾ നടക്കുമായിരിക്കും, നടന്നുകൊള്ളട്ടെ, അത് നമ്മുടെ ചിന്താവിഷയമല്ല. അത്ഭുതങ്ങളോ രോഗശാന്തിയോ മരിച്ചവർ ഉയർക്കുന്നു പറയുന്നു, എന്തെല്ലാമോ ഒക്കെ നടക്കട്ടെ, അത് നമുക്ക് ചിന്താവിഷയമല്ല. നമുക്കാകെയുള്ളത്, ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണ കൊണ്ട്, ഈ ഭൂമിയിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട്, എനിക്ക് സത്യത്തിൻ്റെ വചനം കിട്ടിയത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട്, ഈ വചനം കേൾക്കാൻ എനിക്ക് ഇടയായത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട്, ഈ വചനം മുമ്പിലേക്ക് എന്നെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കരുണ. കർത്താവേ, ഒന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. നീ എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമേ. യേശു കടന്നു വരുമ്പോൾ അവിടെ നിത്യജീവനായി കഴിഞ്ഞു.
നിത്യജീവൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നോരോന്ന് നാം പറയാതെ തന്നെ കർത്താവിനറിയാം, എല്ലാം ചെയ്തു തരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ മഹത്തായ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കുകയാണ്. അതിനുവേണ്ടിയാണ് നാം ഒരുങ്ങേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുന്ന് അടിയങ്ങളോട് കൂടെയുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗം തുറന്ന്, സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മാലാഖമാർ ഞങ്ങൾ ഉറ്റുനോക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവിടുത്തെ പ്രിയമക്കളായി ഞങ്ങളെ അവിടെ തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് വാസ്തവമായി തീരുമാനമെടുത്തവരുടെ തെറ്റുമേൽ അവിടുത്തെ മുദ്ര പതിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരക്തം പുരട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവരെയും ജീവൻ തുറമുഖത്തേക്ക് അടുപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമേ. നിൻ്റെ ഈ മക്കളെ അനുഗ്രഹിച്ച് സമാധാനം നൽകി പറഞ്ഞയക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധമായ നിരയിപ്പാൻ ഈ മക്കളെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.